തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 16-കാരൻ അഭിജിത്തിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ പോലീസ്. അഭിജിത്തിന്റെ കൂട്ടുകാരെ ചോദ്യം ചെയ്യും. മരണവിവരം അറിഞ്ഞിട്ടും പോലീസിനെയോ വീട്ടുകാരെയോ അറിയിക്കാതെ അഭിജിത്തിന്റെ കൂട്ടുകാർ മറച്ചുവെച്ചിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിമർശനമുണ്ട്. വിവരങ്ങളുമായി വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് NG പ്രതീഷാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഈ കേസിൽ എന്തുകൊണ്ട് ഈ കൂട്ടുകാർ വിവരം മറച്ചുവെച്ചു? പോലീസിന് ഏത് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ ഉത്തരം വേണമല്ലോ. ക്രിസ്റ്റീന, തീർച്ചയായും തിരുവനന്തപുരം വെമ്പായം തേക്കട സ്വദേശിയായ 16-കാരൻ അഭിജിത്തിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണുള്ളത്. വീട്ടിൽ നിന്ന് മാർച്ച് മാസം 3-ാം തീയതിയാണ് അഭിജിത്തിനെ കാണാതാവുന്നത്. തുടർന്ന് 8-ാം തീയതി കുടുംബം വട്ടപ്പാറ പോലീസിൽ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് ഈ കുടുംബത്തിന് കഴിഞ്ഞ ദിവസം വിവരം ലഭിക്കുന്നത്. ഈ മാർച്ച് 5-ന് പേട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു യുവാവ് ട്രെയിൻ തട്ടി മരിക്കുകയും ആ മൃതദേഹം അജ്ഞാത മൃതദേഹമായി കണ്ട പോലീസ് സംസ്കരിച്ചു എന്നുള്ള വിവരം കുടുംബത്തിന് ലഭിച്ചത്. പിന്നീട് അത് അഭിജിത്താണെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചു. പക്ഷേ ഈ മിസ്സിംഗ് പരാതി നൽകിയ വട്ടപ്പാറ പോലീസോ അല്ലെങ്കിൽ നഗര മധ്യത്തോട് ചേർന്നുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ടോ കൃത്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നത് അടിമുടി വീഴ്ചയാണ്. മാത്രമല്ല, ഈ അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ച സംഭവം ഈ അഭിജിത്തിന്റെ തന്നെ ചില സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇത് അറിഞ്ഞിട്ടും സുഹൃത്തുക്കൾ ബന്ധുക്കളെയോ പോലീസിനെയോ അറിയിച്ചില്ല എന്നതും ഗുരുതരമായ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഈ കേസിൽ നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ മരണത്തിൽ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അഭിജിത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കൃത്യമായി മൊഴിയെടുക്കും. ഇവരെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് നിലവിൽ നടക്കാൻ പോകുന്ന അന്വേഷണം. അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ മരണവുമായി ബന്ധപ്പെട്ട ഈ പോലീസ് അജ്ഞാത മൃതദേഹമായി കണ്ടു സംസ്കരിച്ചു എന്ന് പറഞ്ഞതിൽ വളരെ ലഘൂകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഈ മൃതദേഹം ഒരു മലയാളിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഒരു ഇതര സംസ്ഥാന അല്ലെങ്കിൽ ഒരു അതിഥി തൊഴിലാളിയുടെ മൃതദേഹമാണെന്ന് കരുതി സംസ്കരിച്ചു എന്നതാണ് പോലീസിന്റെ തൊടുനയം. അത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പോലീസിന്റെ വീഴ്ച, ഒപ്പം ഇതിൽ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ അത് മറച്ചുവെച്ചതിന്റെ കാരണം അടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പരിശോധിക്കും. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രിസ്റ്റീന. ശരി, പ്രതീക്ഷ.